ഒരു രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു തമിഴകം. ഇതാ അവതരിച്ചിരിക്കുന്നു പുതിയ ഒരു രക്ഷകൻ. MGR കാലഘട്ടം പോയി മറഞ്ഞു, തലൈവി കാലഘട്ടം, ജയലളിത കാലഘട്ടം, ഇതേ ഖനി കാലഘട്ടം പോയി മറഞ്ഞിരിക്കുന്നു. ഇത് ആഭ്രപാളികളിൽ നിന്നും മറ്റൊരു വൻപൻ താരം ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കേവലം 2 വർഷം കൊണ്ട് തമിഴക വെട്രി കഴകം ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു പാർട്ടിയായും ഭരണകൂടമായും മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. TVK ഒറ്റയ്ക്ക് മത്സരിച്ച് ഒറ്റയ്ക്ക് 108 സീറ്റുകളാണ് നേടിയത്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് കേവലം 10-11 സീറ്റുകൾ മാത്രം കുറവുള്ള രീതിയിൽ അത്ഭുതകരമായ പ്രകടനമാണ്. എല്ലാ എക്സിറ്റ് പോളുകളെയും കവച്ചു വയ്ക്കുന്ന വൻപൻ പ്രകടനം. ആക്സിസ് ബൈ ഇന്ത്യ മാത്രമാണ് ആകെ ഒരു ചെറിയ മേൽക്കൈ TVKക്ക് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ നൽകി കൊടുത്തത്. മറ്റെല്ലാ പോളുകളും, എക്സിറ്റ് പോളുകൾ നോക്കൂ, വോട്ട് ചെയ്ത് ഇറങ്ങിയ ആളുകളോട് ചോദിച്ച് തയ്യാറാക്കുന്ന ഒരു ഉത്തര സൂചിക, അതിൽ നിന്ന് ഹരിച്ചു ഗുണിച്ചെടുത്താണ് നമ്പേഴ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ പോലും ചിലതൊക്കെ 10, 15, പരമാവധി 25 ഒക്കെ സീറ്റുകളാണ്. ചിലതൊക്കെ 0 മുതലാണ് പറയുന്നത് TVKക്ക്. വിജയ് പോലും മത്സരിച്ച് ജയിക്കുമെന്ന പ്രതീക്ഷ കൊടുക്കാത്ത എക്സിറ്റ് പോളുകളുമുണ്ട്. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് ശാസ്ത്രീയ അടിത്തറയാണ്? അവരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ആൾക്കൂട്ടം വോട്ടാവില്ല. വിജയിൻ്റെ യോഗങ്ങളിൽ വൻപൻ ആൾക്കൂട്ടം ഉണ്ടായി. കാരൂർ ദുരന്തമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഫ്രഷായിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിൻ്റെ തിരതള്ളൽ നിയന്ത്രിക്കാനാവാതെ വന്ന് ഉണ്ടായ മിസ്ഹാപ്പാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ദോഷമായി വരും, തിരിച്ചടിയായി വരും എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ വിജയ് എവിടെയെല്ലാം പോയോ? 234 മണ്ഡലങ്ങളിൽ പകുതി പോലും വിജയ് പര്യടനം നടത്തിയിട്ടില്ല. ഒരാളാണ്, വൺ മാൻ ആർമി. മറ്റുള്ളവരൊക്കെ പല പാർട്ടികളിൽ നിന്ന് കടന്നു വരുന്നവരും മന്ത്രത്തിൻ്റെ ആളുകളും, അതായത് ഫാൻ ക്ലബ്ബുകളുണ്ടല്ലോ. ഈ ഫാൻ ക്ലബ്ബുകളുടെ ആളുകൾക്ക് എങ്ങനെയാണ് വയബിളായി ഒരു പാർട്ടിയായി മാറാൻ കഴിയുക? ഇതൊക്കെ പലരും ചോദിച്ച ചോദ്യമാണ്. പക്ഷേ വിജയ് കൂസിയില്ല, മുന്നോട്ട് തന്നെ പോയി. ഇളയ ദളപതിയുടെ ആ ഒരു ബാൻഡ് വാഗൺ, അല്ല എങ്കിൽ ആ ഒരു ജഗർനോട്ട് ഉരുണ്ടു എന്ന് മാത്രമല്ല, അത് സ്നോബോൾ ചെയ്ത് ആന്തിപ്പിടിച്ചുകൊണ്ട് അണ്ണാ DMK കേന്ദ്രങ്ങളെയും DMK കേന്ദ്രങ്ങളെയും കാട പുഴക്കിക്കൊണ്ട് വൻപൻ മുന്നേറ്റം നടത്തി. അണ്ണാ DMK മുഖ്യ പ്രതിപക്ഷം ആയിരുന്നല്ലോ. ഇപ്പം മുഖ്യപ്രതിപക്ഷത്തെയാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷമായി ജനം പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ വളരെ ദുർബലമായിരിക്കുന്നു. ജയലളിത കാലഘട്ടത്തിന് ശേഷം EPS OPS തമ്മിൽ പോര്. അവസാനം OPS പുറത്തു പോകുന്നു, EPS പളനിസ്വാമി മാത്രമായി മാറുന്നു. ചെറിയ കുറേ ഘടകകക്ഷികൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പിൻബലവുമുണ്ട്. ആകെ BJPക്ക് നേടാൻ കഴിഞ്ഞത് 1 സീറ്റ് മാത്രമാണ്. അണ്ണാ DMKക്ക് നേടാൻ കഴിഞ്ഞ 47 സീറ്റാണ്. ഒരു നിറം മങ്ങിയ പ്രകടനമായിരുന്നു മുഖ്യ പ്രതിപക്ഷത്തേതിൻ്റേത്. പക്ഷെ വിജയിന് ഒരു MLA പോലും ഇല്ലെന്ന് ഓർക്കണം. 0-ൽ നിന്നും 108-ലേക്കുള്ള ഒറ്റ കുതിച്ചുപായൽ. അത് അനുസ്മരിപ്പിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു കടന്നുവരവാണ് ഡൽഹിയിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ രൂപത്തിൽ 2003-4 കാലഘട്ടത്തിൽ, 2013-14 കാലഘട്ടത്തിലെ വൻപൻ ഒരു കടന്നുവരവാണ്, മാസ് എൻട്രിയാണ്. ആദ്യ പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇപ്പോൾ വിജയന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഓർക്കണം. പക്ഷേ ഭൂരിപക്ഷം ലഭിക്കും, പിന്തുണ ഉണ്ടാകും. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചത് എന്താണ്? പിന്നീടൊരു അരവിന്ദ് കെജ്രിവാൾ യുഗമാണ്. അത് അവസാനിച്ചു. മമതയും അങ്ങനെ തന്നെയാണ്. ചെറിയ സിമ്പിൾ തുടക്കം തൃണമൂലിലൂടെ അവസാനം വൻപൻ സ്രാവായി, മഹാമേരുവായി ബംഗാളിൽ നിറഞ്ഞു നിന്ന മമത സമാനമായ രീതിയിൽ ഹമ്പിൾ തുടക്കം വലിയ ആരവം ഉണ്ടാക്കി. അത് വോട്ടാവില്ല എന്ന് വിചാരിച്ചു, വോട്ടായിരിക്കുന്നു. അതിനർത്ഥം സംഘടനാ സംവിധാനം വേണമെന്നില്ല. ഒരുപക്ഷെ പാർട്ടിക്ക് പിന്തുണക്കാരെ വോട്ടാക്കി മാറ്റാൻ നമ്മളൊക്കെ പറയും സംഘടനാ സംവിധാനം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-നാണല്ലോ ഇവിടെ ഏറ്റവും അധികം സംഘടനാ സംവിധാനമുള്ളത്. ആ CPM-ന് നിന്ന് ലഭിച്ചത് കേവലം 26 സീറ്റുകൾ മാത്രമാണ്. എന്തൊരു പതനമാണ്! അപ്പം സംഘടനാ സംവിധാനം കൊണ്ട് മാത്രം വോട്ടാവില്ല, അവിടെ ഗുഡ് വില്ല് വേണം. ഫാൻ ക്ലബ്ബുകൾ നടത്തിയ തീവ്ര ശ്രമങ്ങൾ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സഹായിച്ചു എന്ന് വേണം കരുതാൻ. എല്ലാവരും പരിഹാസപൂർവ്വം പറയുമായിരുന്നു, വിജയ് ആൾക്കൂട്ടമൊക്കെ നേടിയെടുക്കുന്നുണ്ട്, വലിയ കൗതുകമുണ്ട്. പക്ഷേ വിജയനെ കാണാൻ വരുന്ന, കേൾക്കാൻ വരുന്ന മഹാഭൂരിപക്ഷവും
18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത, വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത കൊച്ചു കുട്ടികളാണ്, തീരെ ടീനേജേഴ്സാണ്. അല്ല, വോട്ടവകാശമുള്ള മുതിർന്നവരും വൻതോതിൽ വിജയനെ സഹായിച്ചു എന്ന് കാണാം. DMKയ്ക്ക് കേവലം 57 സീറ്റിൽ ഒതുങ്ങാനായിരുന്നു DMKയുടെ വിധി. പക്ഷേ DMKയുടെ കൂടെ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റ് ലഭിക്കുന്നു. ഇടതുപക്ഷങ്ങൾക്ക് CPIക്കും CPMനും 2 സീറ്റ് വീതം, മുസ്ലിം ലീഗിനും 2 സീറ്റ് ലഭിക്കുന്നു. VCK എന്ന കക്ഷിക്കും 3-4 സീറ്റുകൾ ലഭിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി, തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണി ലേശം മെച്ചപ്പെട്ട പ്രകടനം എന്ന് പറയാനാവില്ല എങ്കിലും 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു, മുഖ്യ പ്രതിപക്ഷമായി വന്നിരിക്കുന്നു. പക്ഷേ വൻ പതനം സംഭവിച്ചത് DMK പരമോന്നത നേതാവ് MK സ്റ്റാലിൻ, സ്റ്റാലിൻ എന്നാണ് അവർ പറയുക. മുത്തുവേൽ കരുണാനിധി മകൻ സ്റ്റാലിൻ തൻ്റെ പ്രിയപ്പെട്ട മണ്ഡലമായി ഏറെക്കാലം താൻ റെപ്രസെന്റ് ചെയ്ത കുളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത പരാജയം, 10,000-കണക്കിന് വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ DMKയ്ക്കെതിരെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന, അതായത് DMKയുടെ തേർവാഴ്ചക്കെതിരെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു വൻപൻ വികാരം വോട്ടായി, ആന്റി ഇൻകംബൻസി വോട്ടായി മാറുകയാണ്. മിക്ക അഭിപ്രായ സർവേകളും പറഞ്ഞിരുന്നത് DMKയ്ക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ട്, ഇന്ത്യ മുന്നണി അവിടെ പാട്ടും പാടി ജയിച്ചു വരുമെന്നാണ്. അത് മിക്കവരും വിശ്വസിക്കുകയും ചെയ്തു. കാരണം അവിശ്വസിക്കാൻ കാരണമില്ല, പ്രകടമായി ഒരു ആന്റി ഇൻകംബൻസി ഇല്ല. ക്ഷേമ പദ്ധതികൾ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ജയലളിതയുടെ കാലത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തമിഴ് മക്കൾ എപ്പോഴും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറാണ്. വിജയ് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ കൃത്യമായ പരിപാടികളൊന്നും ഇല്ല എന്നതായിരുന്നു പൊതുവേ ഒരു ലക്ഷണം. ഒരു വലിയ സിനിമാ രംഗത്തു നിന്നും വലിയ ആരവത്തോടുകൂടി റീലിൽ നിന്നും റിയൽ ലൈഫിലേക്ക് കടന്നു വരിക, സിനിമാ റീലിൽ നിന്നും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ജിങ്കോയിസത്തിനൊന്നും സ്ഥാനമില്ല എന്ന് പലരും വിശ്വസിച്ചു. നമ്മൾ കണ്ടതാണ്, രജനീകാന്ത് ഒരു മാസ് എൻട്രി നടത്തുമെന്ന് വിശ്വസിച്ചു. പക്ഷെ പല ഏജൻസികളും പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, കൈ പൊള്ളും. വിജയകാന്തിൻ്റെ അനുഭവമുണ്ട്. അതിന് മക്കൾ നീതി മെയ്യവുമായി കമൽഹാസൻ രംഗത്ത് വന്നപ്പോൾ ജനം സ്വീകരിച്ചില്ലല്ലോ. വൻപൻ താരമല്ലേ. അപ്പൊ വിജയകാന്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കമൽഹാസന്റെ പാർട്ടിക്കും ഒന്നും കഴിയാത്തത് ഇളയ ദളപതിക്ക് കഴിയുമോ? കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പൊ രജനീകാന്ത് വന്നിരുന്നുവെങ്കിൽ, അന്ന് വരുമെന്ന് പറഞ്ഞ സമയത്ത് വന്നിരുന്നുവെങ്കിൽ എന്തൊരു മാസ് എൻട്രി ആകുമായിരുന്നു. കാരണം തമിഴകത്തെ മനസ്സിലാക്കണമെങ്കിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനതയാണ്. അത് പ്രാചീന തമിഴക കാലം മുതൽ തന്നെ അങ്ങനെയാണ്. വീരൻ എന്നൊരു ഇമേജ് ഉണ്ട്. ഇപ്പൊ കാളകളെ മെരുക്കുന്ന എറുതഴുതൽ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. മഞ്ചു വിരട്ടൽ, എറുതഴുതൽ, അതായത് ഇപ്പോഴത്തെ ജല്ലിക്കെട്ടിന് സമാനമായ അന്നത്തെ പ്രാചീന തമിഴകത്തെ സംഘകാലത്തെ 12,000 വർഷം മുൻപത്തെ മത്സരങ്ങളുടെ ചിത്രമാണ്. അപ്പോൾ തന്നെ കന്യകളെ പുൽകാനായി, സുന്ദരികളായ കന്യകകളായ സ്ത്രീകളെ വേൾക്കാനായി വരുന്നവർ വീരന്മാരായിരിക്കണം. അവർ കാളകളെ മെരുക്കാൻ കഴിയുന്നവരായിരിക്കണം. അപ്പൊ വീരപരിവേഷം, എപ്പോഴും വീരാരാധന തമിഴകത്തിന്റെ ഒരു ജനിതക ഘടനയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും ഇല്ല കേരളത്തിൽ എന്ന് ഓർക്കണം. കേരളത്തിലൊരു സിനിമാ താരം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മത്സരിച്ചാൽ എത്രത്തോളം ജനപിന്തുണ ഉണ്ടാകും, അത് മറ്റൊരു ലോകമാണ്. പ്രാചീന തമിഴകത്തിൽ കേരളവും പങ്കാളിയായിരുന്നു എന്നുകൂടി ഓർക്കണം. പക്ഷേ കേരളം ഇപ്പോൾ പൂർണ്ണ ദ്രാവിഡവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമല്ല, പക്ഷേ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവിടെയാണ് ദ്രാവിഡ സ്വത്വം. വിജയ് ഉയർത്തുന്ന ഐഡിയോളജി എന്ത്? ദ്രാവിഡ പാർട്ടികൾക്ക് തമിഴ് സ്വത്വം, തമിഴ് ഭാഷ, ദ്രാവിഡ, അതായത് ആന്റി ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ആന്റി നോർത്ത്, തമിഴ് ഭാഷയെ പുൽകുന്ന ഒരു നയമാണ് ദ്രവീഡിയൻ പൊളിറ്റിക്സ്. ഏറെക്കാലമായി, കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായി ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ കേന്ദ്രവിരുദ്ധതയുടെ അല്ലെങ്കിൽ ഫെഡറലിസം മുന്നോട്ട് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും അധികം സംസാരിച്ചിരുന്നത് MK സ്റ്റാലിനാണ്, കരുണാനിധിയാണ്, ജയലളിതയാണ്, MGR ആണ്. അങ്ങനെയാണ് ദേശീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികൾക്ക് തമിഴകത്ത് പ്രാധാന്യം നഷ്ടപ്പെട്ടത് എവിടെയാണ്? ഒരു DMKയുടെയോ ADMKയുടെയോ ജൂനിയർ പാർട്ണറായി മാത്രമേ കാലാകാലങ്ങളിൽ കഴിഞ്ഞ 50 വർഷത്തിൽ പ്രവർത്തിക്കാൻ BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുള്ളൂ. പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ കോൺഗ്രസ് ഏറെ സീറ്റുകൾ ലോക്സഭയിലേക്ക് നേടിയെടുക്കുമായിരുന്നു, ADMK അലയൻസിലും DMK അലയൻസിലും. പിന്നീട് അവരും വേല പഠിച്ചു. DMK വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ലോക്സഭയിലേക്ക് നീക്കിവെച്ചത്, ജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ കോൺഗ്രസിന്റെ കണ്ടിൻജന്റ് തീരെ താണു പോകാതെ ലോക്സഭയിൽ കാത്തു സൂക്ഷിച്ചത് DMK ബാന്ധവമാണ്. കോൺഗ്രസിനുള്ളിൽ ഇപ്രാവശ്യം ഒരു മാറിയ ചിന്തയുണ്ടായിരുന്നു. വിജയ് ആവുമോ ജയിച്ചു വരുന്നത്? അങ്ങോട്ട് കളം മാറി ചവിട്ടിയാലോ? പക്ഷേ MK സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് എല്ലാ പോരാട്ടങ്ങളുടെയും പിന്നിൽ അടി ഉറച്ചു നിന്നു.
എല്ലാ വിഷയത്തിനും അവസാനം നടന്ന പാർലമെന്റിലെ സ്ത്രീ സംവരണ വിഷയത്തിലെ ചർച്ച ഉൾപ്പെടെ അവിടുത്തെ വോട്ടിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു റിവിഷൻ ഇതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ അടി ഉറച്ചു നിന്നു. അരവിന്ദ് കെജ്രിവാളിനും മമതാ ബാനർജിക്കും ഒന്നുമില്ലാത്ത സ്ഥൈര്യം, സ്ഥിരത, നിലപാടുള്ള നേതാവായിരുന്നു MK സ്റ്റാലിൻ. പക്ഷേ സ്റ്റാലിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കോൺഗ്രസിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സ്റ്റാലിനെ ഈ ഘട്ടത്തിൽ കൈവിടുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസും ഇടത് കക്ഷികളും ചിന്തിച്ചത്. അങ്ങനെ അവർ അവരോടൊപ്പം തന്നെ നിന്നു. ഒരുപക്ഷെ ജയിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ പുനരാലോചനയുണ്ട്. KC വേണുഗോപാൽ നേരെ ചെന്ന് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വിജയുമായി നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അന്ന് ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. മറ്റൊന്നുമല്ല, വിജയധാരണയ്ക്ക് തയ്യാറായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് DMK ബാന്ധവം ഒഴിയാൻ തയ്യാറായിരുന്നില്ല. വിജയ് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ DMK ആണ്, പക്ഷേ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ശത്രുക്കൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ ഈ രണ്ട് കക്ഷികളോടും യോജിക്കാൻ ആവില്ല വിജയ് പാർട്ടിക്ക്, TVKയ്ക്ക്, തമിഴക വെട്രി കഴകം എന്ന പുതിയ പാർട്ടിക്ക് DMKയുടെ വോട്ട് ബാങ്ക് ആവശ്യമുണ്ട്. അതെന്താണ് അവർ ചെയ്യുക? DMKയുടെ ദളിത് വോട്ട് ബാങ്കിന്റെ നല്ല പങ്കും തമിഴക വെട്രി കഴകത്തിലേക്ക് വന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ വിജയിന് മറ്റൊരു പേര് കൂടിയുണ്ട്. മറ്റൊരു പേരല്ല, ഒറിജിനൽ പേര് ജോസഫ് വിജയ്. ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തമിഴ്നാട്ടിലെ നിർണായകമായ സാന്നിധ്യമാണ്. ചില ജില്ലകളൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലകളാണ്. അവിടെയൊക്കെ വിജയ് പാർട്ടിക്ക് ഒരു പ്രാധാന്യം ലഭിക്കുന്നു. അതുപോലെ DMKയ്ക്ക് കിട്ടാവുന്ന ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. ADMKയോടൊപ്പം നിൽക്കാവുന്ന ചില വിഭാഗങ്ങളെയും ആകർഷിക്കുന്നു. അപ്പം സിനിമ എന്നത് മാത്രമല്ല, വനിതകളെ ആകർഷിക്കുന്നു. ചെറുപ്പക്കാരെ, ജെൻ Z, 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ജെൻ Z വോട്ടർമാരുടെ വലിയ ഓവർവെൽമിംഗ് മെജോറിറ്റി വിജയിന്റെ പുതിയ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. അവർ മടുത്തു. ADMK, DMK, ഇപ്പൊ കേരളത്തിലെ പോലെ UDF, LDF, UDF, LDF, അവിടെ അതുപോലെ തന്നെയാണ്. ADMK, DMK, DMK, ADMK, ഇങ്ങനെ മാറി വരുന്ന ഒരു കാര്യം. മാറാത്തത് മാറണമെന്ന് അവിടെ ചിന്തിച്ചത് BJPക്ക് അനുകൂലമായിട്ടല്ല, വിജയിന് അനുകൂലമായി തമിഴകത്ത് ചിന്തിച്ചു, അവർ പ്രവർത്തിച്ചു. ഇനിയാണ് കളികൾ, നമ്പേഴ്സിന്റെ കളികൾ. ഇതെല്ലാം ശരിയാണ്. വിജയ് വിജയിച്ചു എന്ന് തോന്നാം. പക്ഷേ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 118 സീറ്റുകൾ വേണം. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 118 സീറ്റ് ഉണ്ടെങ്കിൽ അത് ഭൂരിപക്ഷമായി. 117 ആണെങ്കിൽ അത് ടൈ ആണ്. 118 കിട്ടണമെങ്കിൽ 10 മോർ സീറ്റ്സ്. കോൺഗ്രസിന് 5 സീറ്റുകൾ ഉണ്ട് എന്ന് ഓർക്കണം. ഇന്ത്യ മുന്നണിയിലാണ്, പക്ഷേ കൂറുമാറ്റം ബാധകമല്ല. കാരണം മുന്നണിയിൽ നിന്ന് മാറിയാൽ കൂറുമാറ്റ നിയമമൊന്നും ബാധകമല്ല. പാർട്ടിയിൽ പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ നമ്പേഴ്സ് വരുന്നത്. CPM-ന് 2 സീറ്റ്, CPI-ക്ക് 2 സീറ്റ്, VCKയ്ക്ക് 2 സീറ്റ്. ഇതെല്ലാം ചേരുമ്പോൾ ഒരുപക്ഷെ 5, 2, 7, 2, 9, 2, 11 സീറ്റുകളാണ്. അത് മതിയാകും. ഈ പാർട്ടികളെല്ലാം വിജയപക്ഷത്തേക്ക് മാറിയാൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകാനും TVK തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും വൈകി വരുന്ന റിപ്പോർട്ടുകൾ. DMK അതൊന്നും തയ്യാറല്ല. ക്യാബിനറ്റിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ല, CPM പ്രാതിനിധ്യമില്ല. തങ്ങളുടെ ജൂനിയർ, ഇത് DMKയുടെ മാത്രം മന്ത്രിസഭയായിരുന്നു. കോൺഗ്രസിനുള്ളിൽ വലിയ വികാരമുണ്ടായിരുന്നു. തങ്ങളെ അപമാനിക്കുകയാണോ? തങ്ങൾ ദുർബലരാണ്, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ദുർബലരാണ്. പക്ഷെ കോൺഗ്രസിന് സ്വാധീനമുള്ളത് തെക്കൻ മേഖലയിലാണ്. അതായത് കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി, ആ ബെൽറ്റിൽ CPM-നും കോൺഗ്രസിനും ലേശം സ്വാധീനമുണ്ട്. ഇപ്പോഴും അവിടെയുള്ള 6 മണ്ഡലങ്ങളിൽ 5ഉം DMK മുന്നണിയാണ്. ഒരു DMK, 2 കോൺഗ്രസ്, ഒരു CPM ഒക്കെ MLA-മാരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അവിടെ വിജയ് പാർട്ടി വലിയ മുന്നേറ്റം നടത്തി, പക്ഷേ അവിടെ ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പം കേരളവുമായി മലയാളി ബന്ധമുള്ള ഒരു തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഭാഗങ്ങളിൽ DMK മുന്നണി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ MLA-മാരിൽ പലരും TVKയോട് ചേർന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടെ സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് വിജയ് മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാൻഡേറ്റ് ക്ലിയറാണ്. പക്ഷേ ചില നീക്കുപോക്കുകൾ വേണ്ടിവരും. അവസാനം എന്താണ് വിജയിൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി? വാട്ട് ഡസ് ഹി സ്റ്റാൻഡ് ഫോർ? വലിയ ചോദ്യമാണ്.
അതേക്കുറിച്ച് ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് ഓർക്കണം. ജനനായകനായ ഒരു പരിവേഷം സിനിമയിൽ നേടിയെടുത്തു. അത് സംബന്ധിച്ച ഒരു മുഖ്യമന്ത്രിയായി ഭാവിയിൽ ഉയർത്തിക്കാട്ടാൻ തക്ക രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസാണ്, റോളുകളാണ് വിജയ് ഏറ്റെടുത്തത്. അതിമാനുഷ്യ കഥാപാത്രങ്ങളുടെ റോളുകളാണ്. അനീതിക്കെതിരെ, തിന്മയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, ഗുണ്ടായുസത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന, കായിക പോരാട്ടത്തിൽ ഏർപ്പെടുന്ന വിജയ് എന്ന അഭ്രപാളി നായകൻ യഥാർത്ഥ ജീവിതത്തിലേക്ക്, മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ എന്താവും എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. തമിഴകത്ത് കാത്തിരിക്കുകയാണ് സംഘടനാ സംവിധാനമുള്ള കെയ്ഡർ ബേസ്ഡുള്ള DMK കാത്തിരിക്കുകയാണ്. തേവർ വിഭാഗത്തിൻ്റെ അല്ലെ ഗൗണ്ടറുകളുടെയൊക്കെ പിന്തുണയുള്ള അണ്ണാ DMK കാത്തിരിക്കുകയാണ്. അണ്ണാ DMKയോടൊപ്പം തന്നെ പ്രതിപക്ഷത്ത് സ്ഥാനമുറപ്പിക്കുന്ന BJP ഉണ്ട്. BJP കാര്യമായി മുന്നേറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിഗി പാക്കിംഗ് കൊണ്ട് അണ്ണാ DMK അത് മാത്രമാണ്. അതുകൊണ്ട് വിജയ് കാലഘട്ടം ഇതാ തുടങ്ങുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.